This call is now being recorded. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിന്റെ അകത്ത് നോക്കാനുള്ള എന്തിനാണ് നമ്മൾ EIA ഉപയോഗിക്കുന്നത്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അഥവാ നീഡ് ഫോർ EIA ആൻഡ് EIA എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനുള്ളത്. അതോടുകൂടി നമ്മളെ 5ാമത്തെ മൊഡ്യൂൾ ഇന്ന് ക്ലോസ് ആവും. പിന്നെ നമുക്ക് ചെയ്യാനുണ്ടാവുക 6ാമത്തെ മൊഡ്യൂൾ ഈ സെയിം സാധനം തന്നെ, ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. 5ഉം 6ഉം തമ്മിൽ ആ ലാസ്റ്റ് പോർഷൻ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 5ന്റെ ലാസ്റ്റ് പോർഷന്റെ കണ്ടിന്യൂഷൻ ആണ് 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മളെ ഫസ്റ്റ് ടോപ്പിക് വരുന്നതെന്ന് വെച്ചാൽ നീഡ് ഫോർ EIA. നീഡ് ഫോർ EIA എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന്റെ മുമ്പിട്ടുള്ള ഒരു ക്ലാസ്സിൽ നോക്കി, അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി എവിടെയൊക്കെയാണ് ഇത് നടത്തുന്നത് എന്നുള്ളത്. വേർ ആർ വി കണ്ടക്ടിങ് ദിസ് EIA പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കി. ഹൈവേ, എയർപോർട്ട്, കനാല്, ഡാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെയൊക്കെ ഉണ്ടാകുന്ന പൊല്യൂഷൻസ് കൺട്രോൾ ചെയ്യുക അല്ലെ മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ള പർപ്പസ് ആണ് ഈ നീഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു 4-5 ടോപ്പിക്കിന്റെ അകത്ത് നമുക്ക് തീർക്കാം എന്തിനാണ് നമ്മളുടെ EIA എന്ന് പറയുന്നത്. സോ EIA ഇസ് മെയിൻലി മെന്റ് ടു കൺസേർവ് ദ റിസോഴ്സസ്. നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സസിനെ, അതായത് ടു കൺസേർവ് ദ റിസോഴ്സസ്. റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മള് മെയിൻ ആയിട്ട് എന്തിനൊക്കെ, മാൻ, മെറ്റീരിയൽ, മണി, പ്രോപ്പർട്ടി, ഇതിനൊക്കെയാണ് അല്ലെ റിസോഴ്സസ് എന്ന് പറയുന്നത്, മെഷീൻസ്. അപ്പൊ അതിനെയൊക്കെ കൺസർവ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റത്തെ ആൻഡ് പ്രൈം ഇമ്പോർട്ടൻസ് അതിനാണ് കൊടുക്കുന്നത്. മൊത്തം നമ്മളുടെ ഈ ഭൂമിയിൽ കിടക്കുന്ന റിസോഴ്സസിനെ മൊത്തം കൺസർവ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ്. പിന്നെ വരുന്നതാണ് ടു മിനിമൈസ് വേസ്റ്റ് ജനറേഷൻ ഏറ്റവും മിനിമൈസ് ചെയ്ത് വെക്കുക. നമ്മൾ ഏതൊരു ഇൻഡസ്ട്രി ആയാലും, അല്ലെങ്കിൽ ഇൻഡസ്ട്രി തന്നെ ആവണമെന്നില്ല, ഈ എയർപോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത്, ഹൈവേ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ വരുന്ന വേസ്റ്റുകൾ, ഏതെങ്കിലും പല പല പ്രൊജക്റ്റുകളുടെ വേസ്റ്റുകൾ, അപ്പം അതൊക്കെ മിനിമൈസ് ചെയ്യാന്നുള്ളതാണ്. ടു മിനിമൈസ് ദ വേസ്റ്റ്. ഓക്കെ. ആൻഡ് തേർഡ് പോയിന്റ് പറയുന്നത് വെച്ചാൽ ടു റിക്കവർ ദ ബൈ പ്രൊഡക്ട്സ്. അപ്പൊ അതിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ടു റിക്കവർ ദ ബൈ പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചിലപ്പോ ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി പോവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറിയില്ല എന്തൊക്കെയായിരിക്കും ഇതിന്റെ വേസ്റ്റിന്റെ അകത്ത് വരുന്ന പ്രോപ്പർട്ടീസ് എന്നുള്ളത്. അപ്പൊ അത് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇപ്പം വല്ല നമ്മളെ മെർക്കുറിന്റെയോ അല്ലെ കാർബൺ മോണോക്സൈഡ് ഒക്കെയാണ് ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്, അല്ലെ സൾഫർ ഡയോക്സൈഡ് ആണ് നമ്മൾ ഒരു കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് വരുന്ന ബൈ പ്രോഡക്റ്റ് എങ്കിൽ അതിനെ ആദ്യം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് EIA പ്രൊസീജിയറിനകത്തുള്ള ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ. ബൈ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ടാർഗറ്റഡ് പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടാവും. ടാർഗറ്റഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് മേ ബി അതിൻ്റെ അകത്തുനിന്ന് റിലീസ് ചെയ്യുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ചില ബൈ പ്രോഡക്ട്സും കൂടി വരും. ആ പ്രോസസ്സ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ദർ ഇസ് എ ചാൻസ് ഫോർ സം ബൈ പ്രൊഡക്റ്റ് ഫോർമേഷൻ. അപ്പൊ എന്താണ് ആ ബൈ പ്രൊഡക്റ്റ്? ചിലപ്പം നമ്മളുടെ കാർബൺ മോണോക്സൈഡ് ആയിരിക്കാം, സൾഫർ ഡയോക്സൈഡ് ആയിരിക്കാം, അല്ലെ നൈട്രജൻ ഓക്സൈഡ്സ് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ഏതാണോ ബൈ പ്രൊഡക്റ്റ് വരാൻ സാധ്യതയുള്ളത് അതിനെ റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്, അതിനെ കണ്ടുപിടിച്ചെടുക്കുക. ഓക്കെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് ഫോളോ അപ്പ് ചെയ്യുക. ഇങ്ങനത്തെ ഒക്കെ കുറെ പരിപാടികളാണ് EIA നീഡിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇല്ലാന്ന് യൂട്ടിലൈസ് നമ്മളെ കയ്യിലുള്ള എക്യുപ്മെന്റ്, അതിനെ യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെ എഫിഷ്യന്റ് ആയിട്ട്. To utilize the equipment
efficiently. നമ്മൾ ഈ പ്രൊജക്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ട് നമ്മളെ കയ്യിൽ എന്തൊക്കെ എക്യുപ്മെന്റ് ഉണ്ടോ അതിനൊക്കെ എഫക്റ്റീവ് ആയിട്ടല്ല പറയുന്നത്, എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ള. രണ്ടും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് വാക്കുകളാണ്. എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ മാക്സിമം അതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. അതാണ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ നമ്മളെ എൻവയോൺമെന്റൽ കൺസേണും കൂടി കൺസിഡർ ചെയ്തിട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ അയാൾ ഞാൻ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യലുണ്ട് എന്ന് പറയുന്നതും എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യലുണ്ട് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ചാൽ അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഔട്ട്പുട്ട് ഞാൻ മൊത്തം ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, ഒരു ദിവസം ഒരാൾ വർക്ക് ചെയ്യുന്നത് രാവിലെ 8 മണി തൊട്ട് ഒരു 4 മണി വരെ ആണെന്ന് വിചാരിക്കും, അല്ല 5 മണി. അപ്പൊ ഈ 4 മണി ടു 5 മണി വരെയുള്ള ഈ ഒരു ടൈം ഡിലേയിൽ ഇയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പണികൾ നമ്മൾ ആ ദിവസത്തെ അയാൾക്ക് കൊടുക്കുന്ന കൂലി ഒരു 750 റുപ്യാണെന്ന് വിചാരിക്കാം. ഈ 750 റുപ്യക്ക് മൊത്തം ഇയാളെ കൊണ്ട് എന്തൊക്കെ പണിയെടുപ്പിക്കാൻ പറ്റുമോ അത് മൊത്തം ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുന്നത്. അതേസമയം ഇതേ ആൾ തന്നെ 8 to 5 മണി വരെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് കൊടുക്കുന്ന റേറ്റ് ഒക്കെ സെയിം തന്നെ, 750 തന്നെ. പക്ഷെ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ ഇയാളെ ഞാൻ നാളെയും വിളിക്കേണ്ടി വരും. ഒരു ദിവസം കൊണ്ട് എനിക്ക് തീരണമെന്നില്ല. എഫിഷ്യന്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇയാളെ കൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പകരം ഇയാൾ ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഫുൾ ചെയ്തിട്ട് ഇന്നത്തെ ഇനി ബാക്കി വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചിലപ്പം ഒരു ഭാഗത്തേക്ക് മൂലക്ക് അടിച്ചു കൂട്ടിയിട്ട് നാളത്തെ ദിവസം പിന്നെ അയാൾ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വരുന്ന വേസ്റ്റുകളൊക്കെ ചിലപ്പോൾ ഒരു സ്ഥലത്ത് കൂട്ടി വെക്കും. എന്നിട്ട് അതിന് ആ വേസ്റ്റ് മൊത്തം ഇയാൾ ട്രീറ്റ്മെന്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ചിലപ്പോൾ ഒരു ദിവസമേ വേണ്ടി വരുള്ളൂ എഫക്റ്റീവ് ആയിട്ട് അയാളെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് 1 അല്ലെങ്കിൽ 2 ദിവസം ഇയാളെ കൊണ്ട് ഇതേപോലെ തന്നെ പണിയെടുപ്പിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്പെൻസ് കുറച്ച് കൂടുതലാണ്. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ അത്രയും നമുക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റും. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? നമുക്ക് ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ എഫക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഔട്ട്പുട്ട് ഭയങ്കര സ്പീഡായിരിക്കും. പക്ഷേ നെറ്റ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അഡ്വേഴ്സ് എഫക്റ്റ് ആയിരിക്കും ചിലപ്പോൾ വരിക. അപ്പൊ അതൊക്കെയാണ് ഈ നീഡ് ഫോർ EIA എന്ന് പറയുന്നത്. അപ്പൊ ഒരു 4 പോയിന്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ടു കൺസർവ് ദ റിസോഴ്സസ്, നമ്മളുടെ കയ്യിലുള്ള മാൻ, മെറ്റീരിയൽ, മണി എന്തൊക്കെയാണോ ഉള്ള റിസോഴ്സസ്, ആ മെറ്റീരിയൽ സാധനങ്ങൾ മൊത്തം കൺസർവ് ചെയ്യാന്നുള്ളത്. കൺസർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിലേക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാകത്തിലാക്കി വെക്കുക. ഇതിനാണല്ലോ കൺസർവേഷൻ എന്ന് പറയുന്നത്. ഭാവി തലമുറക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി കൊണ്ടുവരുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ കൺസർവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൺസർവ് ചെയ്യുക. പിന്നെ ടു മിനിമൈസ് ദ വേസ്റ്റ്, നമ്മൾ എന്തൊക്കെയാണ് വേസ്റ്റ് വരുന്നത് ആ വേസ്റ്റ് പരമാവധി മിനിമൈസ് ചെയ്തിട്ട് കൊണ്ടുവരിക. പിന്നെ റിക്കവർ ദ ബൈ പ്രൊഡക്റ്റ്, അതായത് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അതൊക്കെ മുൻകൂട്ടി കണ്ടുപിടിക്കുക. ഓക്കെ, പ്രീ ഡിറ്റർമൈൻ ചെയ്യാന്ന് പറയും ബൈ പ്രൊഡക്ട്സിനാണ്, അത് കണ്ടുപിടിക്കുക. പിന്നെ യൂട്ടിലൈസ് ദ എക്യുപ്മെന്റ് എഫിഷ്യൻ്റ്ലി, നമ്മളുടെ കയ്യിലുള്ള എക്യുപ്മെന്റ് എന്തൊക്കെയാണോ ഉള്ളത് അതിനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. എഫക്റ്റീവ് ആയിട്ടല്ല, വാക്ക് മാറിപ്പോരുത്. എഫക്റ്റീവ്നെസ് വേറെയാണ്, എഫിഷ്യന്റ് വേറെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ നീഡ് ഫോർ EIA എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അതാണ് EIAന്റെ ജനറൽ ആയിട്ടുള്ള പ്രോസസ് എന്തൊക്കെയാണെന്നുള്ളത്. സോ EIA പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ബിടെക് കാലഘട്ടങ്ങളിൽ നമ്മളൊരു പ്രൊജക്റ്റ് എങ്ങനെയാണ് ചെയ്യുക ആ സെയിം രീതിയിൽ തന്നെയാണ് നമ്മളുടെ EIAന്റെ പ്രോസസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. ആ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുക? ഫസ്റ്റത്തെ ടോപ്പിക്ക് നിങ്ങൾ എന്താ ചെയ്യുക? ഐഡന്റിഫൈ ദ പ്രൊജക്റ്റ് അല്ലെങ്കിൽ പ്ലാൻ. നിങ്ങളെ മൈൻഡിലുള്ള ഒരു ടോപ്പിക്ക് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഐഡന്റിഫൈ ചെയ്യും. അതാണല്ലോ. സോ സെയിം പ്രോസസ് തന്നെയാണ്. ഐഡന്റിഫൈ
ദ പ്രൊജക്റ്റ് ഒന്നിക്കൽ പ്രൊജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്ലാൻ ആയിരിക്കും ഉണ്ടാവുക. പ്ലാന് അതല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം എന്തെങ്കിലും പോളിസീസ് ആയിരിക്കും കൊണ്ടുവരുന്നുണ്ടാവുക. അതായത് ഇപ്പം ദുരിതാശ്വാസത്തിന്റെ ഭാഗമായിട്ട്, പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും പോളിസീസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ മനസ്സിലുള്ള ഐഡിയാസ് എന്താണ്, പ്രൊജക്റ്റോ അല്ലെങ്കിൽ പ്ലാനോ അല്ലെങ്കിൽ പോളിസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ട് എന്തെങ്കിലും ആർട്ട് ഫെസ്റ്റ് ഒക്കെ നടത്തണം എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ അതേപോലത്തെ എന്തെങ്കിലും പ്രോസസ്സ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്തു, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഈ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം നമ്മൾ അടുത്ത പ്രോസസ്സ് ശരിക്കും എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്തു. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യും സ്വാഭാവികമായിട്ട്, അല്ലെ? ഡിസ്കസ് ചെയ്യുന്ന ആരുമായിട്ടായിരിക്കും? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യും. അതാണ് അടുത്ത പ്രോസസ്സ്. എന്നിട്ട് അനലൈസ് ചെയ്യുക അതിനാ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനലൈസ് ബൈ ആൻ interdisciplinary team of specialists. അതായത് നിങ്ങളുടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യും. നിങ്ങളെ പ്രൊജക്ട് മെമ്പേഴ്സ്മാരോ അല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ്മേറ്റുകളടിക്കോ അവരുടെയൊക്കെ നിങ്ങൾ ഇതുമായിട്ട് അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള നിങ്ങളെ ഗൈഡിൻ്റെ അടിക്കോ ആരുടെയെങ്കിൽ ഈ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ ഡിസ്കസ് ചെയ്യും. അതാണല്ലോ നമ്മൾ ഒരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്. ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് ഡിസ്കസ് ചെയ്യും. അതായത് ഇതിന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാന്നുള്ളത്. ഈ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വരുന്ന പ്രോസസ്സാണ് എന്തെന്ന്, ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് എന്തൊക്കെ ഇതിൻ്റെ അകത്ത് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ട്, എന്തൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ട്, അതൊക്കെ. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് EIA പ്രൊസീജിയർ ആണ്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് ആണ്. സോ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്തായിരിക്കും? ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇവാലുവേഷൻ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവാം or adverse effects on environment. നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ആയതുകൊണ്ട് എൻവയോൺമെന്റിനകത്ത് വരാൻ സാധ്യതയുള്ള ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ബെനിഫിഷ്യൽ ഓർ അഡ്വേഴ്സ് എഫക്ട് എന്തൊക്കെ ഇതിനകത്ത് ഈ ഒരു പ്രൊജക്ട് റിലേറ്റ് ചെയ്തിട്ട് ബെനിഫിഷ്യൽ ആയിട്ട് വരും, എന്തൊക്കെ പ്രൊജക്ട് റിലേറ്റഡ് ആയിട്ട് അഡ്വേഴ്സ് ആയിട്ട് വരും. ഈ രണ്ട് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സ് നമ്മൾ ചെയ്യാം. അങ്ങനെ എന്തായാലും നമ്മൾ തെറ്റുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ പ്രൊജക്ട് പ്ലാൻ ഇതാണ്, ഓക്കെ, അതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും, എന്തൊക്കെ അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടാവും എന്ന് അടുത്ത സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്തെങ്കിലുമൊക്കെ അഡ്വേഴ്സ് എഫക്ട്സ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുക എന്താ, ഡിസ്കഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് ആൻഡ് കറക്റ്റീവ് മെഷേഴ്സ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. Alternative and corrective measures. സോ ഇതായിരിക്കും നമ്മൾ ഫോർത്ത് സ്റ്റെപ്പ് ചെയ്യുക. കാരണം നമ്മൾ ഇതിന്റെ മുന്നിലത്തെ സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് നമ്മളുടെ പ്രൊജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, നമ്മളെ പ്ലാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വാട്ട് ഓൾ ആർ ദ ബെനിഫിറ്റ്സ് ആൻഡ് അഡ്വേഴ്സ് എഫക്ട്സ് നമ്മൾ നോക്കി. കാരണം അതിൻ്റെ അകത്ത് നമുക്കൊരു 4-5 അഡ്വേഴ്സ് എഫക്ട്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ആ എഫക്ട്സ് മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. ഇതിനാണ് നിങ്ങൾക്ക് പ്രൊജക്ട് റിവ്യൂ ഒക്കെ വെക്കുന്നത്, അല്ലെ? നിങ്ങളെ ഐഡിയ
കുറെ ഒരു പാനൽ ഓഫ് മെമ്പേഴ്സിന്റെ അടുത്ത് സംസാരിച്ചു, അതായത് ടീം ഓഫ് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് സംസാരിച്ചു എന്ന് വിചാരിക്കുക. അവർ കുറെ കാര്യങ്ങൾ ഇതിന്റെ നിങ്ങളെ പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ള ബെനിഫിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിന്റെ അകത്ത് പോരായ്മകൾ, അത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അത് ഡിസ്കസ് ചെയ്താൽ പിന്നെ നിങ്ങളുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ എന്താ, നമ്മൾ എന്തൊക്കെയാണോ നിങ്ങളെ കഴിഞ്ഞ പ്രസന്റേഷനിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞോ, ആ പ്രശ്നങ്ങളെ മൊത്തം കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ പുതിയ പുതിയ ഐഡിയാസ് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരും. ഓക്കെ, അത് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യുക, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ അടുത്ത പ്രസന്റേഷൻ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അടുത്ത പ്രസന്റേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യും. അതാണ് നിങ്ങളെ ഫൈനൽ പ്രസന്റേഷൻ എന്ന് വിചാരിക്കുക. സോ പ്രിപ്പറേഷൻ ഓഫ്, അതാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. പ്രിപ്പറേഷൻ ഓഫ് EIS എന്ന് പറയും, അതായത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അതായത് നിങ്ങളെ പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ പോലെ തന്നെ നിങ്ങളത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അതായത് അല്ലെങ്കിൽ നിങ്ങളെ PPT പ്രസന്റേഷൻ ആണെന്ന് വിചാരിച്ചോ, അത് നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഓക്കെ, അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ ഇതിന് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക. ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് മേ ബി ഒന്ന് ഇത് നിങ്ങൾ അപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ ഇത് റിജക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ബ്രാഞ്ചസ് കൊടുക്കാം. നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളൊരു PPT ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ 0th റിവ്യൂ കഴിഞ്ഞു. 0th റിവ്യൂ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് റിവ്യൂവിന്റെ സമയത്ത് നിങ്ങളൊരു PPT ഒക്കെ ഉണ്ടാക്കി. ആ PPT ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒന്നുള്ളത് വെച്ചാൽ റിജക്ഷൻ ഓഫ് ദ പ്രപ്പോസ്ഡ് പ്ലാൻ. ചിലപ്പം അതും നമ്മളുടെ പാനൽ മെമ്പേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ റിജക്ഷൻ ഓഫ് ദ പ്രപ്പോസ്ഡ് പ്ലാൻ ആയിരിക്കും ഉണ്ടാവുക. ആ പ്ലാൻ ചിലപ്പം റിജക്ട് ചെയ്യായിരിക്കും. ചില സമയത്ത് എന്തായിരിക്കും, നേരെ മറിച്ച് റിജക്ഷന് പകരം അപ്രൂവൽ ഓഫ് ദ പ്രപ്പോസ്ഡ് പ്ലാൻ ആയിരിക്കും. ഒന്നിക്കൽ അത് റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യാം. ഈ രണ്ടിലേതെങ്കിലും ഒന്നാണല്ലോ സംഭവിക്കാം. റിജക്ട് ചെയ്താൽ പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. അതോടുകൂടി ആ സ്റ്റെപ്പ് അവിടെ, പ്രോസസ്സ് അവിടെ ക്ലോസ് ആയി. അതേസമയം അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇനി ബാക്കി നടപടിയിലേക്ക് പോകും. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യുന്നത് വെച്ചാൽ നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടി നോക്കും നമ്മളെ പ്രൊജക്ട്. അതാണ് ഇംപ്ലിമെന്റേഷൻ. ഒന്നുകിൽ പ്രോട്ടോടൈപ്പോ അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കുള്ള സാധനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. ഇംപ്ലിമെന്റേഷൻ നടക്കും. ഇംപ്ലിമെന്റേഷൻ കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് ഒന്നുകൂടെ നമ്മൾ ചെക്കിങ് ചെയ്യും, അതിന്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്. അതിനെയാണ് നമ്മൾ മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. മോണിറ്ററിംഗ് ആൻഡ് ഓഡിറ്റിംഗ് എന്നാണ് പറയുക. വർക്കിംഗ് ഒക്കെ നോക്കി നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണോ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ള രീതി കൺസിഡർ ചെയ്യുന്നതിനാണ് നമ്മൾ മോണിറ്ററിംഗ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതും ചെയ്തതിനു ശേഷം നമ്മൾ ഇടക്കിടയ്ക്ക് ഇതിന്റെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, ഫീഡ്ബാക്ക് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഫീഡ്ബാക്ക് എടുത്ത് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ തിരിച്ച് ആ സൈക്കിളിലേക്ക് തന്നെ പോകും. അതായത് എന്താണ് നമ്മൾ പ്രശ്നം കണ്ടിട്ടുള്ളത് അതിന് റിലേറ്റ് ആയിട്ട് പുതിയ പ്രൊജക്ട് പ്ലാൻ ഉണ്ടാക്കും. ആൻഡ് ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇതിനെ ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു നോൺ സ്റ്റോപ്പബിൾ ആണ്, ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ്. ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രൊജക്ട് എത്ര കാലം നിൽക്കുന്നുണ്ടോ അത്രയും കാലം ഈ പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ള ഗവേഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. കാരണം ഏതൊരു പ്രൊജക്ട് ഉണ്ടാക്കിയാലും നമ്മൾ ലാസ്റ്റ് ഒരു സ്ലൈഡിൻ്റെ അകത്ത് വെക്കും ഫ്യൂച്ചർ സ്കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഇത് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഫ്യൂച്ചർ സ്കോപ്പ് ആഡ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഉള്ളത്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളുടെ വണ്ടികളുടെ കേസ് എടുത്ത് നോക്കും. ഒരാൾ IC എഞ്ചിൻ കണ്ടുപിടിച്ചു, അതോടുകൂടി ആ പ്രൊജക്ട് അവിടെ നിർത്തിയിട്ടില്ല. IC എഞ്ചിൻ്റെ അകത്ത് തന്നെ ലാസ്റ്റ് പെട്രോളും ഡീസലും ഒക്കെ എഞ്ചിൻ ഉണ്ടായിരുന്നു.
അതിൻ്റെ അകത്ത് തന്നെ ഇപ്പൊ പുതിയ പുതിയ വകതിരിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരാൾ ഇലക്ട്രിക് കാർ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം, ഒരു പ്രൊജക്ട് ഉണ്ടാക്കി ഇലക്ട്രിക് കാർ എന്ന് വെച്ചിട്ട് അതോടുകൂടി അത് തീർന്നിട്ടില്ല. നമ്മൾ ആ ഇലക്ട്രിക് കാറിന്റെ തന്നെ പുതിയ പുതിയ മോഡിഫിക്കേഷൻ, അതിന്റെ മോട്ടറിന്റെ അകത്തുള്ള ചേഞ്ചസ്, അതിന്റെ ഗിയറിന്റെ അകത്തുള്ള ചേഞ്ചസ്, അതിന്റെ ബാറ്ററിക്ക് വരുന്ന ചേഞ്ചസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഓരോരോ വർഷം കഴിയുന്നതോടും പുതിയ പുതിയ ഡെവലപ്മെന്റ്സ് ആണ് ഓരോ പ്രൊജക്ടിന്റെ അകത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ മെയിൻ കാരണം വെച്ചാൽ ഒരു മെയിൻ റൂട്ട് ഉണ്ടായിരുന്നു. ആ റൂട്ടിന് ശേഷമായിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഡെവലപ്മെന്റ്സ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ബേസിക് ആയിട്ട് പറയുന്ന EIA പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സാധാരണ ഒരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നടക്കുന്ന പ്രോസസ്സുകൾ ആ സെയിം പ്രോസസ്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിൻ്റെ അകത്ത് വരുന്ന പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. സോ എല്ലാം കൂടി ഒരു കീഴിൽ വെച്ച് കഴിഞ്ഞാൽ EIA പ്രോസസ്സ് നമുക്കറിയാം. ആദ്യം തന്നെ നമ്മൾ പ്രൊജക്ട്, വാട്ട് ഈസ് അവർ പ്രൊജക്ട് ദാറ്റ് വി ആർ ഐഡന്റിഫൈങ്. ഓക്കെ, പ്രൊജക്ട് ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും പ്രപ്പോസ്ഡ് പ്ലാൻ ആയിരിക്കാം, അല്ലെങ്കിൽ പോളിസി ആയിരിക്കാം, ഇനി അതർ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്. അതിനുശേഷം നമ്മളൊരു ടീമുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യും. ചിലപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ്സിലുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരായിരിക്കാം. അവരോടൊക്കെ നമ്മളിത് ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ ഈ ടോപ്പിക്കുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ഇതിന് ബെനിഫിറ്റ്സ് ഉണ്ടോ, ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞു, അനലൈസ് കഴിഞ്ഞു, ഇപ്പോഴത്തെ മോഡലിൽ നമുക്ക് എന്തൊക്കെ ഇതുമായിട്ട് ബെനിഫിറ്റ്സ് ഉണ്ടോ അത് കിട്ടും, അല്ലെങ്കിൽ എന്തൊക്കെയാണോ ഇതിന്റെ അഡ്വേഴ്സ് എഫക്ട്സ്, എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടോ അത് മനസ്സിലാക്കാൻ പറ്റും. അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും, ഡിസ്കഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് ആൻഡ് കറക്റ്റീവ് മെഷേഴ്സ്. എന്തായാലും അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടാവും, ഏതൊരു പ്രോസസ് ആണെങ്കിലും അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടാവും അതിൻ്റെ അകത്ത്, അല്ലെ? മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് എന്തായാലും ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡീമെറിറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കണ്ടുപിടിച്ച് അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെ മെഷേഴ്സ് ഫോളോ അപ്പ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കും. അത് ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നിക്കൽ ആ സാധനം റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം. റിജക്ഷൻ ആണ് നടന്നതെങ്കിൽ ഈ പ്രോസസ്സ് അവിടെ കൊണ്ട് തീർന്നു. ഓക്കെ, അതിനകത്ത് പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യും? അഗെയിൻ അപ്രൂവലാണ് നമുക്ക് കിട്ടിയെങ്കിൽ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യും. ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം അത് മോണിറ്ററും ഓഡിറ്റിങ്ങും ചെയ്യും. ലാസ്റ്റ് ഫീഡ്ബാക്ക് എടുക്കും. അഗെയിൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു സൈക്ലിക് പ്രോസസ് ആണ്. എവറി ടൈം ഇറ്റ് ഈസ് സൈക്ലിക് പ്രോസസ് എന്ന് പറയും. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ പുതിയൊരു വാക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ പഠിപ്പിച്ചു തന്ന വാക്കിന്റെ പേരായിരുന്നു എന്തോന്ന്? EIS എന്ന് പറയുന്നത്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഇത്. സോ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, അഥവാ EIS എന്ന് പറയുന്നത്, അതെന്ന് വെച്ചാൽ നമ്മളെ പ്രൊജക്ട് റിപ്പോർട്ട് പോലെ തന്നെയുള്ള ഒരു സാധനമാണ് ഈ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു റിപ്പോർട്ടാണ്, ഒരു അതോറിറ്റി ഒരു ടീമിന് കൊടുക്കുന്ന ഒരു റിപ്പോർട്ടിനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് EIA എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഓവർ ആയി കഴിഞ്ഞാൽ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റിപ്പോർട്ട് ഉണ്ടാക്കും. ആ റിപ്പോർട്ടിനെയാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കുന്ന ഒരു ടീം, ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയിരിക്കും. അതായത് നിങ്ങളുടെ പ്രൊജക്ട് ഉണ്ടാക്കുന്ന നിങ്ങളെ ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയിരിക്കും ഇതിനെ പറ്റിയിട്ട് ഉണ്ടാക്കുക എന്ന് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ വേണം? ലൊക്കേഷൻ ഓഫ് സൈറ്റ്, location of site or environment where the proposed project is going to take place. എവിടെയാണോ നടക്കാൻ പോകുന്നത് ആ സ്ഥലത്തുള്ള ലൊക്കേഷൻ ആ റിപ്പോർട്ടിൻ്റെ അകത്ത് ഉണ്ടാവണം. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ മെയിൻ സാധനം, അതായത് നമ്മളുടെ ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രൊജക്ട്.
എന്താണ് നമ്മളെ പ്രൊജക്ടിന്റെ ഒബ്ജക്റ്റീവ്, അത് അതിൻ്റെ അകത്ത് ഉണ്ടാവണം. പിന്നെ നമ്മളുടെ റിസോഴ്സസ് റിക്വയർമെന്റ്സ്, എന്തൊക്കെ റിസോഴ്സസ് ആവശ്യമുണ്ട്. റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മൾ 3 സാധനങ്ങളിലാണ്: മാൻ, മെറ്റീരിയൽ, മെഷീൻ, മണി. ഇതൊക്കെയാണ് നമ്മളുടെ റിസോഴ്സസ് എന്ന് പറയുന്നത്. കുറെ വെച്ച് തുടങ്ങുന്ന സാധനങ്ങൾ, മാൻ, മെറ്റീരിയൽ, മണി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഈ റിസോഴ്സസ് റിക്വയർമെന്റിൽ അവിടെ വേണം. പിന്നെ വേണ്ടത് എന്തൊക്കെയാണോ എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. അതാണ് എൻവയോൺമെന്റൽ എഫക്ട്സ് ഓർ ഇമ്പാക്ട്. എന്തൊക്കെയാണോ ഇമ്പാക്ട് അതിൻ്റെ അകത്ത് വരാനുള്ളത്. ഒന്നുകിൽ എയറിലായിരിക്കാം, വാട്ടറിലായിരിക്കാം, ഓർ സോയിൽ, അല്ലെങ്കിൽ ലാൻഡ്, അല്ലെങ്കിൽ നോയ്സ്. അവിടെയൊക്കെ എന്തൊക്കെയാണ് ഇമ്പാക്ട്സ് വരാൻ സാധ്യതയുള്ള അത്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നത് നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് കുറെ മെത്തേഡ്സ് കണ്ടുപിടിച്ചല്ലോ. സോ അത് ഓൾട്ടർനേറ്റീവ് വേസ് ഓഫ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തൊക്കെ നമ്മൾ വേസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്തൊക്കെ പലതരത്തിലുള്ള വേസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ, പുതിയ പുതിയ മെത്തേഡ്സ്, അതൊക്കെ എന്തൊക്കെയാണോ അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് വെക്കുക. പിന്നെ ലാസ്റ്റ് കൺഫോമിറ്റി ഓർ കോൺഫ്ലിക്ട്സ് ഓഫ് പ്രപ്പോസ്ഡ് ആക്ടിവിറ്റി. with the existing land use plan and policies എന്ന് പറയും. അതായത് നമ്മളുടെ ഇപ്പോൾ ഉള്ള പ്രൊജക്ടിന്റെ കൺഫർമേഷൻ, അല്ലെങ്കിൽ എന്തൊക്കെ അതിൻ്റെ അകത്ത് കോൺഫ്ലിക്ട്സ് വരുന്നുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഔട്ട്. നമ്മളുടെ പ്രപ്പോസ്ഡ് ആക്ടിവിറ്റി വിത്ത് എക്സിസ്റ്റിംഗ് ലാൻഡ് യൂസ്. ഇപ്പൊ നമ്മൾ എവിടെയാണോ ഉദ്ദേശിക്കുന്നത്, ലാൻഡിന്റെ എവിടെയാണോ യൂസേജ് ഉദ്ദേശിക്കുന്നത്, അതുമൊക്കെ റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കൺഫർമേഷൻസ് നമ്മൾ കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെ കോൺഫ്ലിക്ട്സ് അവിടെ വരുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ്. പിന്നെ നമ്മൾ എന്തൊക്കെയാണോ കറക്റ്റീവ് ആക്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. സോ കറക്റ്റീവ് ആക്ഷൻ ടു മിനിമൈസ് അഡ്വേഴ്സ് എഫക്ട്, പിന്നെ റെക്കമെൻഡിങ്, അതായത് നമ്മൾ ഫ്യൂച്ചർ സ്കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടിടുന്ന പോലെ തന്നെ റെക്കമെൻഡിങ് ദ മോഡിഫിക്കേഷൻസ് ഇൻ പ്രപ്പോസ്ഡ് പ്രൊജക്ട്. നമ്മളുടെ പ്രൊജക്ട് റിപ്പോർട്ട് എങ്ങനെയാണോ നമ്മൾ ഫോം ചെയ്യുന്നത്, ഏതാണ്ട് അതേ സെറ്റപ്പുകൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. EIS എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം എന്തൊക്കെയാ കാര്യങ്ങളുള്ളത്. EIS എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു കമ്മിറ്റി അവസാനമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡാറ്റ കളക്ഷനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ഇതിൻ്റെ അകത്തുള്ള പ്രൊജക്ട്, എന്തൊക്കെയാണോ അഡ്വേഴ്സ് എഫക്ട്സ് ഓരോ കാര്യത്തിൻ്റെ അകത്ത് വരുന്നത്, അത് കളയാൻ വേണ്ടി എന്തൊക്കെയാണോ നമ്മൾ കറക്റ്റീവ് ആക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആ റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടണം. അതിനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പല പല കാര്യങ്ങൾ കിട്ടാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളുടെ ലൊക്കേഷൻ ഓഫ് സൈറ്റ് ഓർ എൻവയോൺമെന്റ്, നമ്മൾ എവിടെയാണോ നമ്മളുടെ
പ്ലാൻ അല്ലെ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രൊജക്ട്. നമ്മൾ എന്താണോ പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രൊജക്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് റിസോഴ്സസ് റിക്വയർഡ്. ഈ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് ആവശ്യമുണ്ട്, അതൊക്കെ എത്ര അളവിൽ ആവശ്യമുണ്ട്. അതായത് നിങ്ങൾ മെറ്റീരിയൽ സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പ്രൊജക്ടിൻ്റെ അകത്തൊരു ടോപ്പിക് ഉണ്ടാവും, മെറ്റീരിയലിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട്. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രൊജക്ട് നമ്മൾ പുതിയതായിട്ട് തുടങ്ങുകയാണെങ്കിൽ എന്തൊക്കെ റിസോഴ്സ് നമുക്ക് ആവശ്യമുണ്ട്, ഏകദേശം എത്ര മാൻ പവർ വേണ്ടി വരും, അതേപോലെ തന്നെ ഏകദേശം എത്ര മെറ്റീരിയൽ നമുക്ക് ആവശ്യമുണ്ടാവും, ഏകദേശം എത്ര മെഷീനറി, ഏതൊക്കെ ടൈപ്പ് ഓഫ് മെഷീൻസ് നമുക്ക് ആവശ്യമുണ്ടാവും, പിന്നെ എത്ര പൈസ ഏകദേശം ചെലവാകും. ഇങ്ങനത്തെ സാധനങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ലിസ്റ്റ് ഔട്ടും അതിന്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് അടുത്ത പ്രോസസ്സ് വരുന്നത്. പിന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ എൻവയോൺമെന്റൽ എഫക്ട്സ് ഓർ ഇമ്പാക്ട്സ്. അതായത് ഈ ഒരു പ്രൊജക്ട് കാരണം എയർ, വാട്ടർ, ലാൻഡ്, പിന്നെ നോയ്സ്, ഇതും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ എഫക്ട്സ് വരാം അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ് അടുത്ത പ്രോസസ് എന്ന് പറയുന്നത്. സോ എൻവയോൺമെന്റൽ എഫക്ട്സ് ഓർ ഇമ്പാക്ട്സ് എന്ന് പറയും. പിന്നെ ഉള്ളതാണ് ഓൾട്ടർനേറ്റീവ് വേസ് ഓഫ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. നമ്മൾ ഓരോ ഇപ്പൊ എയറിലും വാട്ടറിലും സോയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെന്തൊക്കെ ഓൾട്ടർനേറ്റീവ് വേസ് ഉണ്ട് ഫുള്ള് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഏതൊക്കെ തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് വേസ് ചെയ്താൽ നമുക്ക് ഇതിനെ മിനിമൈസ് ചെയ്യാം അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്യാം, ആ പ്രോസസ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുന്ന പരിപാടിക്കാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് വേസ് ഓഫ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് പ്രോസസ്സ് വരുന്നത് കൺഫോമിറ്റി ഓർ കോൺഫ്ലിക്ട്സ് ഓഫ് പ്രപ്പോസ്ഡ് ആക്ടിവിറ്റി വിത്ത് എക്സിസ്റ്റിംഗ് ലാൻഡ് യൂസ് പ്ലാൻ ആൻഡ് പോളിസീസ്. അതായത് നമ്മൾ എന്തെങ്കിലും പുതിയ കൺഫർമേഷൻസ് നമ്മൾ കിട്ടി, നമുക്ക് കുറെ ഓൾട്ടർനേറ്റീവ് വേസിന്റെ അകത്ത് ഏതെങ്കിലും ഒന്നിനെ നമ്മൾ സെലക്ട് ചെയ്യണമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പൊ ആ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സിന്റെ അകത്ത് ഏതെങ്കിലും ഒന്നെടുത്തു, അതേപോലെ തന്നെ വേറെ ബാക്കി പലതിനും എന്തൊക്കെ കോൺഫ്ലിക്ട്സ് ഉണ്ടോ, എന്തൊക്കെയാണ് പോരായ്മകൾ ഉള്ളത് നമ്മൾ ഓൾട്ടർനേറ്റീവ് വേസ് കണ്ടുപിടിച്ചതിൻ്റെ അകത്ത്. ചിലപ്പോൾ ഒരേ കാര്യത്തിന് നമ്മൾ 3 ഓൾട്ടർനേറ്റീവ് വേസ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അതിൽ ചിലപ്പോൾ ഒന്ന് മാത്രമേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി 2 എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുക. കാരണം എന്തുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളതിനെ റിജക്ട് ചെയ്തു എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷനും കൂടി അവിടെ ആവശ്യമുണ്ട്. അതിനുശേഷമാണ് നമ്മൾ കറക്റ്റീവ് ആക്ഷൻ ടു മിനിമൈസ് അഡ്വേഴ്സ് എഫക്ട്സ്. നമുക്ക് എന്തൊക്കെയാണോ കറക്റ്റീവ് ആക്ഷൻസ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ടാവണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽസ് ആണെന്ന് വെച്ചാൽ നമ്മളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്നൊക്കെ പറയുന്ന പോലെ റെക്കമെൻഡിങ് ദ മോഡിഫിക്കേഷൻ ഇൻ പ്രപ്പോസ്ഡ് പ്ലാൻ. അതായത് നമ്മളുടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ സ്കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രൊജക്ടിന്റെ ലാസ്റ്റ് സ്ലൈഡിൽ വെക്കും. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് സോളാർ വെക്കാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൈനാമോ വെച്ചാൽ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി രണ്ടാമത് റീജനറേറ്റ് ചെയ്യാന്നോ റീക്രിയേറ്റ് ചെയ്യാണെന്നോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ പ്രപ്പോസ്ഡ് പ്രൊജക്റ്റിൽ വെക്കാറുണ്ട് പ്ലാനിൽ. അപ്പൊ ആ പ്രപ്പോസ്ഡ് ഫ്യൂച്ചർ പ്ലാനിൽ ആ ഫ്യൂച്ചർ പ്ലാൻ എഴുതുന്നതിനാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പും കൂടി പറയുന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മളുടെ 5th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഇനി ഇതിന്റെ നേരെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമുക്ക് 6th മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. സെയിം സെറ്റപ്പ് തന്നെ EIA പ്രൊസീജിയറെ പറ്റിയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ നാളത്തെ ദിവസം നമ്മൾ EIA എന്ന് പറയുന്ന പ്രൊസീജിയർ എന്തായി, നമ്മൾ പ്രോസസ്സ് പഠിച്ചു. ഇനി EIA ഡീറ്റെയിൽഡ് പ്രൊസീജിയർ ആണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ EIA മെയിൻ പ്രൊസീജിയർ ആയിരിക്കും നോക്കുക. അപ്പൊ നമുക്ക് പ്രൊസീജിയർ ആയിരിക്കും മിക്കവാറും എക്സാമിന് ചോദിക്കുക, പ്രോസസ് അല്ല ചോദിക്കുക. പ്രോസസ് എന്ന് പറയുന്നത് ഇതായിരുന്നു ഇതിന്റെ ജനറൽ ആയിട്ടുള്ള പ്രോസസ് എന്ന് പറയുന്നത്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഈച്ച് സ്റ്റെപ്പ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതും, അതിനാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. നാളെ നമ്മൾ അതിനെ പറ്റിയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുക. അതായത് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതും. ഇത് നമ്മളൊരു പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുള്ള ഒരു സൈക്ലിക് പ്രോസസ്സാന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചതേ ഉള്ളൂ. പ്രൊസീജിയർ ഇതിന്റെ തന്നെ കുറച്ച് ഹയർ ആയിട്ടുള്ള സ്റ്റഡിയാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തും ഉണ്ടാവും. ഓക്കെ, പക്ഷെ വേറെ രീതിയിൽ അതാണ് പ്രൊസീജിയറിൽ വരിക. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.